മൈ ഡിയർ +2 സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോളിംഗ് ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? നമ്മളിത് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. 5ാമത്തെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ് ഇങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ട് വരുമ്പോൾ ഫസ്റ്റ് 2 നമ്മൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കും അല്ലേ. 3ഉം 4ഉം കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിക്കും. 5ാമത്തെയൊക്കെ എത്തുമ്പോൾ അവസാനത്തതല്ലേ, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. വെയിറ്റേജ് നോക്കുമ്പോഴും 4 മാർക്കേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ സ്കിപ്പ് അടിക്കാൻ ചാൻസ് ഉള്ള, ഉഴപ്പാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും കൺട്രോളിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഉഴപ്പരുത്. കാരണം എന്താ, കൺട്രോളിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സിനെ സംബന്ധിച്ചും കൺട്രോളിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഈസി ആയിട്ട് പഠിച്ച് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 4 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? പോക്കറ്റിലാക്കണം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ കൺട്രോളിംഗ് എന്താന്നുള്ളത് നോക്കാം അല്ലേ. നോക്കിക്കേ, കൺട്രോളിംഗ് നിങ്ങൾ എപ്പോഴും കേൾക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്യാറുണ്ടാവും അല്ലേ. നിങ്ങളെ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ നമ്മളെ ഒരുപാട് പേര് കൺട്രോൾ ചെയ്യാറുണ്ട്. വീട്ടിൽ നിന്ന് എപ്പോഴാണ് കൺട്രോൾ ചെയ്യുക? വീട്ടിൽ ഒരുപാട് എന്തുണ്ടാകും? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മളെ ജീവിതം അടിപൊളിയാക്കാൻ വേണ്ടി നമ്മളെ പാരൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും. ഇപ്പം എക്സാം ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന സമയത്ത് അവരുടെ ഒരു കൺട്രോളിങ് നമുക്ക് വരും അല്ലേ. അവർ നമ്മളെ കൺട്രോൾ ചെയ്യും. എന്തുകൊണ്ടാണ്? എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം. ആ എക്സാമിന് നല്ല മാർക്ക് നേടാൻ നമ്മൾ പഠിക്കണം. പഠിച്ചിട്ടില്ല, അല്ലാതെ ഉഴപ്പി നടക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ പാരൻസിൻ്റെ ഒരു കൺട്രോൾ വരും. ഇനി സ്കൂളിലാവുന്ന സമയത്ത് സ്കൂളിലെ അവിടെ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. സ്കൂളിൽ നല്ല രീതിയിൽ കുട്ടികൾക്കൊക്കെ മാർക്ക് നേടിയെടുക്കുക, അതുപോലെ തന്നെ അക്കാദമിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ പാലിക്കാതെ വരുമ്പോഴാണ് സ്കൂളിൻ്റെ അടുത്തു നിന്നുള്ള ഒരു കൺട്രോൾ നമുക്ക് വരുന്നത്. ഇതേ ഒരു കാര്യമാണ് ബിസിനസ് ഓർഗനൈസേഷനിലും നടക്കുന്നത്. എന്താണ്? ബിസിനസ് ഓർഗനൈസേഷനിലും ഇതുപോലത്തുള്ള ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പ്ലാനിങ്ങിൽ കണ്ടാണ്. ആ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരുപാട് ഓപ്പറേഷൻസ്, ഒരുപാട് ടാസ്കുകൾ ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ടാവും. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് വരികയാണെങ്കിൽ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഡീവിയേഷൻസ് വരികയാണെങ്കിൽ ആ ഡീവിയേഷൻസിനെയൊക്കെ മാറ്റി നല്ല രീതിയിൽ അല്ലെ, വർക്കിനെയൊക്കെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ഓർഗനൈസേഷനിൽ കൺട്രോളിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എയിംസ് ടു എൻഷുർ വെദർ എവറിത്തിങ് ഈസ് ബീയിങ് ഡൺ അക്കോർഡിംഗ് ടു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസ്. നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പോലെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് എൻഷുർ ചെയ്യുകയാണ് കൺട്രോളിംഗിൽ ചെയ്യുന്നത്. കൺട്രോളിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ആക്ച്വൽ ആക്ടിവിറ്റീസ് കൺഫോം ടു പ്ലാൻഡ് ആക്ടിവിറ്റീസ്. നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച പോലെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ് കൺട്രോളിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഡൊണൽ ഒരു ഡെഫിനിഷൻ കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. വാട്ട് ഈസ് കൺട്രോളിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിഫൈൻ കൺട്രോളിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ കൂൺസ് ആൻഡ് ഡൊണൽ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ കൂൺസ് ആൻഡ് ഡൊണൽ എന്താണ് കൺട്രോളിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? കൺട്രോളിംഗ് ഈസ് ദ മെഷറിംഗ് ആൻഡ് കറക്റ്റിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് സബോർഡിനേറ്റ്സ് ടു എൻഷുർ ദാറ്റ് എന്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്ലാൻസ് ഡിവൈസ്ഡ് ടു അറ്റൈൻ ദം ആർ അക്കംപ്ലിഷ്ഡ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ഗോൾസ് ഉണ്ടായിരിക്കും. ആ ഗോൾസും ഒബ്ജക്റ്റീവ്സും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സബോർഡിനേറ്റ്സിനെ അസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ആ സബോർഡിനേറ്റ്സിന് എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒരുപാട് ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ കറക്റ്റ് രീതിയിലാണോ പോകുന്നത്, നമുക്ക് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണോ പോകുന്നത് എന്ന് എൻഷുർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഡീവിയേഷൻസിനെയൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ സ്മൂത്ത് ഫംഗ്ഷനിങ് സാധ്യമാക്കുകയാണ് കൺട്രോളിംഗ് ചെയ്യുന്നത് അല്ലേ. കൺട്രോളിംഗ് ഓൾസോ എൻഷുർ ദാറ്റ് an organization's resources are being used effectively and efficiently for the achievement of predetermined goals. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടായിരിക്കും. ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, ഫിസിക്കൽ റിസോഴ്സസ് ആയിക്കോട്ടെ, നാച്ചുറൽ റിസോഴ്സസ് ആയിക്കോട്ടെ. ഇതൊക്കെ കറക്റ്റ് വേ ഓഫ് മെത്തേഡിലൂടെയാണോ പോകുന്നത്? അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള വേ ഓഫ് യൂട്ടിലൈസേഷൻ അവിടെ സാധ്യമാവുന്നുണ്ടോ എന്നുകൂടി കൺട്രോളിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു ഗോൾ ഓറിയന്റഡ് പ്രോസസ്സാണ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൺട്രോളിങ്ങിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മുടെ കൺട്രോളിങ്ങിനുള്ളത് എന്നതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ്. അങ്ങനെയാണെങ്കിൽ
ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഗോൾ ഓറിയന്റഡ് ആണ് എന്നതാണ്. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരുപാട് പ്ലാൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ പ്ലാൻ ചെയ്യുന്ന കാര്യം, ആ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? നല്ല രീതിയിലുള്ള സ്മൂത്ത് ഫങ്ഷനിങ് അവിടെ നടക്കണം. ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള രീതിയിലാണോ ആക്ച്വൽ പെർഫോമൻസ് പോകുന്നത് എന്ന് എൻഷുർ ചെയ്യണം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു പ്ലാൻ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഒരു goal oriented process ആണ്. To get planned result, the manager should exercise effective control over subordinate activities. Subordinates അത്തരത്തിലുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനുള്ള രീതിയിലാണോ പെർഫോം ചെയ്യുന്നത് എന്ന് മാനേജേഴ്സ് ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനമാണ് കൺട്രോളിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. Again, it should be ensured that organizations resources are being effectively and efficiently used for the attainment of or achievement of predetermined goals. നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ്. ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം പോരാ, അവിടെയുള്ള എല്ലാ റിസോഴ്സസും എഫക്റ്റീവ് ആയിട്ടാണോ എഫിഷ്യൻ്റ് ആയിട്ടാണോ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടത് കൂടി ഈ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെ നമുക്ക് കൺട്രോളിംഗ് എന്ന് പറയാൻ പറ്റും. സോ കൺട്രോളിംഗ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് കാണാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? പെർവസീവ് ആണ്. പെർവസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായിടത്തും കൺട്രോളിംഗ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാനേജ്മെന്റിന്റെ ഒരു ഹൈറാർക്കിയൽ എന്ന് പറയുന്നത് ടോപ്പ്, മിഡിൽ, ലോവർ ആണ് അല്ലെ. ഇവിടെയാണ് ടോപ്പ് മാനേജേഴ്സ് ഉള്ളത്, ഇവിടെ മിഡിൽ ഉണ്ട്, ഇവിടെ ലോവർ ഉണ്ട്. എല്ലായിടത്തും മാനേജേഴ്സ് ഉണ്ട്, അവിടെ എല്ലാം എന്തുണ്ട്? കൺട്രോളിംഗ് ഉണ്ട്. സ്കോപ്പ് മാറുമെങ്കിലും അല്ലെ, ഓരോ മാനേജേഴ്സിനും നോക്കേണ്ട സ്കോപ്പ് മാറുമെങ്കിലും കൺട്രോളിംഗ് എല്ലായിടത്തും ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ മൊത്തമായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ കൺട്രോളിംഗ് നടത്തുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ. ഇനി താഴോട്ട് പോകും തോറും ഓരോരുത്തരുടെയും സ്കോപ്പ്, ഓരോരുത്തരുടെയും ആ ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണെങ്കിലും എല്ലാ രീതിയിലും എല്ലായിടത്തും നമുക്ക് എന്ത് കാണാൻ പറ്റും? കൺട്രോളിംഗ് കാണാൻ പറ്റും. ഓക്കെ, ദ managers at all levels, top, middle and lower, are expected to perform controlling function. This is to keep a control over activities in their respective area. അവരുടെ ഏരിയ ഏതാണോ ആ ഏരിയയിലുള്ള കൺട്രോളിംഗ് ഓരോ മാനേജേഴ്സും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ബിസിനസിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ നോൺ ബിസിനസ് എടുക്കുകയാണെങ്കിലും, അതായത് സ്കൂൾ ആയിക്കോട്ടെ, ക്ലബ്സ് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ, അവിടെയൊക്കെ നമുക്ക് കൺട്രോളിംഗ് കാണാൻ പറ്റും. എന്തിനേത്ര പറയുന്നല്ലേ, നമ്മുടെ വീട്ടിൽ വരെ കൺട്രോളിംഗ് ഉണ്ട് അല്ലേ, നമ്മുടെ പാരൻസിന്റെ കൺട്രോളിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ കൺട്രോൾ നമുക്ക് ചുറ്റിലുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ ആയിട്ട് നമ്മൾ കറക്റ്റ് വേ ഓഫ് മെത്തേഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വേ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, എൻഷുർ ചെയ്യുകയാണ് കൺട്രോളിങ്ങിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോളിങ് എല്ലായിടത്തും ഉണ്ട്, എവറിവേർ എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. കൺട്രോളിങ് ഈസ് എവറിവേർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് പെർവസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? ഫോർവേഡ് ആസ് വെൽ ആസ് ബാക്ക്വേർഡ് ലുക്കിംഗ്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിങ്ങും ആണ്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ലുക്കിങ്ങും ആണ്. എന്താണ് ഫോർവേഡ് ലുക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എയിംസ് ടു ഇംപ്രൂവ് ഫ്യൂച്ചർ പെർഫോമൻസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് നമുക്ക് ഒരുപാട് ഫ്യൂച്ചർ പെർഫോമൻസ് നടത്തേണ്ടതുണ്ട് അല്ലേ. ആ ഫ്യൂച്ചർ പെർഫോമൻസ് ഒക്കെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് നടത്തുകയാണെങ്കിൽ അത് നമുക്ക് ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് നോക്കുമ്പോൾ അവിടെ മാനേജേഴ്സ് ഉണ്ട്, മാനേജേഴ്സിൻ്റെ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന മാനേജേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ ഫ്യൂച്ചറിൽ എന്ത് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന എന്തൊരു ആക്ടിവിറ്റീസും അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. സോ അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർവേഡ് ലുക്കിംഗ് എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ബാക്ക്വേർഡ് ലുക്കിംഗ്? എന്താണ് ബാക്ക്വേർഡ് ലുക്കിംഗ്? As it measures and compares actual performance with the standard fixed in the പാസ്റ്റ്. അതായത് ഇപ്പം നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ പാസ്റ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. നമ്മൾ പ്ലാനിങ്ങിലൊക്കെ കണ്ടതാണ് അല്ലേ. ഒരുപാട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡിന് അനുസരിച്ചാണോ ആക്ച്വൽ പെർഫോമൻസ് പോകുന്നത് എന്ന് മെഷർ ചെയ്യുക. അതുപോലെ തന്നെ ആ ആക്ച്വൽ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക. അതിനെയാണ് ബാക്ക്വേർഡ് ലുക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത്? അവിടെ രണ്ട് രീതിയിലുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഫോർവേഡ് ലുക്കിങ്ങും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ലുക്കിങ്ങും നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. യെസ്, ക്ലിയർ. നെക്സ്റ്റ് വൺ എന്താണ്? കണ്ടിന്യൂസ് ആണ്. നമ്മുടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് തുടങ്ങുന്നു, നിർത്തുന്നു, അങ്ങനെ ഒരു പ്രോസസ്സല്ല, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്? മെഷർമെന്റ്, കമ്പാരിസൺ ഓഫ് റിസൾട്ട് വിത്ത് സ്റ്റാൻഡേർഡ്, കറക്ഷൻ, സജഷൻ ഫോർ ചേഞ്ചസ് ഇൻ പ്ലാനിങ്, ഓർഗനൈസിങ്,
ഇതിങ്ങനെ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൺട്രോളിങ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓക്കെ, ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിങ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ കൺട്രോളിങ് ആവശ്യമാണ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ് പോയിന്റ്സ് എന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് വൺ, അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്. പ്ലാനിങ്ങിലൂടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നേടിയെടുക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇന്ന ഒബ്ജക്റ്റീവ്സ് ഒക്കെ നേടണം, ഇന്നതാണ് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഗോൾസ്, ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ പ്ലാനിങ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടേ ഉള്ളൂ? പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ അല്ലെ, ഒരു ബേസ് ആയിട്ടുള്ളൂ. ഇനി നമ്മൾ അത് നേടിയെടുക്കണം. സോ അങ്ങനെ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും കറക്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാനുള്ള രീതിയിലാണോ പോകുന്നത് എന്ന് എൻഷുർ ചെയ്യുന്നത് നമ്മുടെ കൺട്രോളിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷണൽ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ പറ്റും അല്ലെ. മെഷർ പ്രോഗ്രസ് ടുവേർഡ്സ് ദി ഓർഗനൈസേഷണൽ ഗോൾസ്, റിവീൽസ് ഡീവിയേഷൻസ് ഇഫ് എനി ആൻഡ് ഇൻഡിക്കേറ്റ് കറക്റ്റീവ് ആക്ഷൻ. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ സ്മൂത്ത് ഫംഗ്ഷനിങ് സാധ്യമാക്കുന്നത് കൺട്രോളിംഗ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ബിസിനസ് ഓർഗനൈസേഷന് റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നത് കൺട്രോളിംഗ് എന്ന ഫംഗ്ഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? ജഡ്ജിങ് അക്യൂറസി ഓഫ് സ്റ്റാൻഡേർഡ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പ്ലാനിങ്ങിലൂടെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ്സിന്റെ അക്യുറസി ചെക്ക് ചെയ്യുന്നത് കൺട്രോളിങ്ങിലാണ്. കൺട്രോളിംഗ് ഹെൽപ്സ് ഇൻ വെരിഫൈങ് ദി അക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്. ഇറ്റ് റിവ്യൂസ് ആൻഡ് റിവൈസ് ദ സ്റ്റാൻഡേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ചേഞ്ചസ് ഇൻ എൻവയൺമെന്റ്. അതിനനുസരിച്ച് പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആദ്യമേ ഡിസൈഡ് ചെയ്ത് വെക്കാനാണ്. ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലെ. മാറ്റങ്ങൾ വരാം, എൻവയൺമെന്റൽ ചേഞ്ചസ് വരാം. നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് ഒരു എന്താണ് എൻവയൺമെന്റൽ ചേഞ്ചസ്, ഇങ്ങനെ റാപ്പിഡ് ആയിട്ടുള്ള എൻവയൺമെന്റ് ചേഞ്ചസ് വരുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലാണ് അല്ലെങ്കിൽ ഗ്ലോബൽ വേൾഡിലാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിലും ചേഞ്ചസ് കൊണ്ടുവരാൻ കൺട്രോളിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിന്റെ ഒക്കെ അക്യുറസി ചെക്ക് ചെയ്യുന്നതും കൺട്രോളിങ്ങിലൂടെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? എൻഷുർ എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ അവിടെ ഒരുപാട് റിസോഴ്സസ് ആവശ്യമാണ്. ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, ഫിസിക്കൽ റിസോഴ്സസ് ആയിക്കോട്ടെ, നാച്ചുറൽ റിസോഴ്സസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ കമ്പനിക്ക് അല്ലെങ്കിൽ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. സോ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ, മാക്സിമം യൂട്ടിലൈസേഷൻ സാധ്യമാക്കുന്നത് കൺട്രോളിങ്ങിലൂടെയാണെന്ന് പറയാൻ പറ്റും അല്ലേ. എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ സിസ്റ്റം? വെറുതെയുള്ള വേസ്റ്റേജസ്, സ്പോയിലേജ്, അതൊക്കെ നമ്മുടെ റിസോഴ്സസിന്റെ വേസ്റ്റേജ് ഒക്കെ കുറയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ്? കാരണം കറക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണോ ആക്ച്വൽ പെർഫോമൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസിനെയൊക്കെ കറക്റ്റ് ചെയ്ത് സ്മൂത്ത് ഫംഗ്ഷനിങ് സാധ്യമാക്കുകയാണ് കൺട്രോളിങ്. സോ വേസ്റ്റേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള എന്താണോ ആക്ഷൻ എടുക്കേണ്ടത് അത് കൺട്രോളിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വേസ്റ്റേജസ് ഓഫ് റിസോഴ്സസ് മാക്സിമം കുറച്ച് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് സാധ്യമാവുന്നുണ്ട് അല്ലെ. എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ അവിടെ സാധ്യമാവുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇംപ്രൂവ് എംപ്ലോയി മോട്ടിവേഷൻ. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയി നോ ഇൻ അഡ്വാൻസ് വാട്ട് ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഡു അല്ലെ. എംപ്ലോയീസ് എന്താണ് ചെയ്യേണ്ടത്? ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ ഓരോരുത്തരും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഓരോരുത്തരുടെയും റോൾ എന്താണെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും അല്ലേ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനൊക്കെ ആദ്യം തന്നെ അസൈൻ ചെയ്തിട്ടുണ്ടാകും, അവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്തിട്ടുണ്ടാകും. സോ എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ ആണ്, ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്, ഇതാണ് ഞങ്ങളുടെ റോൾ, ഇത് ചെയ്താൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഐഡിയ അവർക്ക് കിട്ടും. സോ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കൺട്രോളിംഗ് പ്രൊമോട്ട്സ് മോട്ടിവേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. യെസ്, നെക്സ്റ്റ് വൺ എന്താണ്? എൻഷുർ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഓരോ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ആണ് കൺട്രോളിംഗ് കൊടുക്കുന്നത്. സോ അവിടെ എന്തെങ്കിലും ഡീവിയേഷൻസ് വരികയാണെങ്കിൽ ആ ഡീവിയേഷൻസ് മാറ്റാനുള്ള ആക്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്. സോ എൻഷുർ ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ. അവിടെ നമ്മുടെ ഓർഡറും ഡിസിപ്ലിനും ഒക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ കൺട്രോളിങ്ങിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ. എങ്ങനെ കോർഡിനേഷൻ സാധ്യമാവുന്നുണ്ടാവുക?
നമുക്കറിയാം ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരുപാട് എന്തുണ്ടാകും, ഡിപ്പാർട്ട്മെന്റ്സുകളായിട്ട് തിരിച്ച് അല്ലെങ്കിൽ ഡിവിഷനായിട്ട് തിരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ടാസ്കുകൾ, ജോബ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലേ. അവിടെ ആക്ടിവിറ്റീസ് നടക്കും. സോ അവിടെ കോർഡിനേഷൻ സാധ്യമാവുന്നുണ്ട്. ഡയറക്ഷൻ ടു ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് എഫേർട്ട് ഇൻ ദി ഓർഗനൈസേഷൻ അല്ലേ. ഓരോ ബിസിനസ് ഓർഗനൈസേഷനിലും നടക്കേണ്ട ഓരോ പ്രവൃത്തികളുടെയും ഡയറക്ഷൻ നമ്മുടെ കൺട്രോളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ എംപ്ലോയീസും എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡ് കൺട്രോളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. സോ അവിടെ കോർഡിനേഷൻ സാധ്യമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ് ആണ്. നമുക്കറിയാം എന്താണ് ഒരുപാട് ഒരു കൺട്രോളിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താണ് അവിടെ ഒരു റിജിഡായിട്ട് തോന്നും. നമ്മളെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നം ഫീൽ ചെയ്യും അല്ലേ. അതേ ഒരു ലിമിറ്റേഷൻസ് എവിടെ ഉണ്ടായിരിക്കും, ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. സോ എന്തൊക്കെയാണ് കൺട്രോളിങ്ങിന്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം ഓരോ ഒബ്ജക്റ്റീവ് നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കണമെങ്കിൽ ഒരു ദിവസം ഇത്ര പ്രൊഡക്ഷൻ അവിടെ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ ഇത്ര പ്രൊഡക്ഷൻ, ഒരു ചെരുപ്പിന്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കണമെങ്കിൽ ഒരു 100 ചെരുപ്പ് ഫസ്റ്റ് ഒരു ദിവസം ഇടുക, ആ ദിവസം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ള നമുക്ക് സ്റ്റാൻഡേർഡ് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. സോ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് സാധ്യമാവുന്നുണ്ട്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അതായത് നമുക്ക് പറയാൻ പറ്റും എംപ്ലോയി മോറൽ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി ബിഹേവിയർ, ഇതൊക്കെ എന്താണ് ക്വാളിറ്റേറ്റീവ് ആണ്. ഇതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഓക്കെ, അതാണ് ഡിഫിക്കൽട്ടി ഇൻ സെറ്റിംഗ് ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡിന് അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് കൺട്രോളിങ്ങിനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് എളുപ്പമായിരിക്കും. ഇന്ന ദിവസം ഇത്ര പ്രൊഡക്ഷനാണ് നടക്കേണ്ടത്, ഇത്ര പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കേണ്ടത്, അത് ഓക്കെയാണ്. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ബിഹേവിയർ ഇങ്ങനെ വേണം എന്നുള്ള സ്റ്റാൻഡേർഡ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? എംപ്ലോയിൻ്റെ മോറൽ ഇങ്ങനെയായിരിക്കണം, എംപ്ലോയി ഇങ്ങനെയുള്ള രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ള സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, ലിറ്റിൽ കൺട്രോൾ ഓൺ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനുള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കും, കൺട്രോളിങ് കൊണ്ട് സാധിക്കും അല്ലെ. എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്, ഗവൺമെന്റ് പോളിസി, ടെക്നോളജിക്കൽ ചേഞ്ചസ്, കോമ്പറ്റീഷൻ, ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷന് സാധിക്കുമോ? ഇല്ല. സോ അതും നമ്മുടെ കൺട്രോളിങ്ങിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ദിവസം ഇത്ര പ്രൊഡക്ഷൻ നടക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്, പക്ഷേ നമ്മുടെ മെഷീൻ അത് ഓൾഡ് ടെക്നോളജിയാണ്, പുതിയൊരു ടെക്നോളജി വരികയാണെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അതാണ് നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സസ് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് ബിസിനസ്സിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം അല്ലേ, വീട്ടിൽ നമ്മൾ പാരൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലേ, എന്നെ കൺട്രോൾ ചെയ്യുന്നു. സ്കൂളിലായാലും ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടെ എംപ്ലോയീസ് ആണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇപ്പോൾ എംപ്ലോയീസ് നല്ല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി CCTV ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ CCTV ഉണ്ട്, ഇവർ നമ്മളെ മോണിറ്റർ ചെയ്യും എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അല്ലെ ഞാൻ പണിയെടുക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് എന്നുള്ള ഒരു പ്രശ്നം വരും. അത് എന്താണ്, ഒരു റെസിസ്റ്റൻസ് എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്നുള്ള ഒരു റെസിസ്റ്റൻസിന് കാരണമാകും. CCTV, പഞ്ചിങ് സിസ്റ്റം, മൂവ്മെൻറ്റ് രജിസ്റ്റർ ഒക്കെ ഇത്തരത്തിലുള്ള എംപ്ലോയീസിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു റെസിസ്റ്റൻസിന് കാരണമാകും. അല്ലെങ്കിലും ചേഞ്ചസ് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മലയാളികൾക്കാണ് പ്രത്യേകിച്ചൊരു മടിയുള്ളത് അല്ലേ. സോ പിന്നീട് അതുമായിട്ട് അഡാപ്റ്റ് ആയി പോകും. ബിസിനസ് ഓർഗനൈസേഷനും ഇത് തന്നെയാണ് നല്ലത്, അതുപോലെ തന്നെ എന്താണ് ഒരു എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ എന്താണ്, ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ തോന്നിയ പോലെയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്, ഒരു സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് എപ്പോഴും ഒരു കൺട്രോൾ ഉള്ളത് വളരെ നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, കോസ്റ്റ്ലി അഫെയർ. നമുക്കറിയാം ഇപ്പോൾ ഒരു CCTV വെക്കണമെങ്കിൽ, പഞ്ചിങ് സിസ്റ്റം വെക്കണമെങ്കിലൊക്കെ ഒരുപാട് ചിലവുള്ള കാര്യമാണ് അല്ലേ. കറക്റ്റ് ആയിട്ടാണോ എല്ലാ ആക്ടിവിറ്റീസും പോകുന്നത് എന്ന് ചെക്ക് ചെയ്യണമെങ്കിലും, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നല്ല കോസ്റ്റ് ആവശ്യമാണ്. ലോഡ്സ് ഓഫ്
എക്സ്പെൻഡിച്ചർ, ഇപ്പോൾ പൈസേൻ്റെ കാര്യം മാത്രമല്ല എഫേർട്ടും ടൈമും ഒക്കെ അവിടെ ആവശ്യമാണ്. ഓക്കെ, അതാണ് കോസ്റ്റ്ലി അഫെയർ എന്ന് പറയുന്നത്. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ. ഓക്കെ, ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്ലാൻ ഉള്ളത് കൊണ്ട് മാത്രം ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. കൺട്രോളിംഗ് ഉണ്ട്, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഗോൾസോ ഒബ്ജക്റ്റീവ്സോ സ്റ്റാൻഡേർഡ്സോ ഇല്ല, ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. പ്ലാനിങ് ഉണ്ടെങ്കിലേ അവിടെ കൺട്രോളിങ് സാധ്യമാവുന്നുള്ളൂ. കൺട്രോളിങ് വേണം എന്നിരുന്നാലേ പ്ലാനിങ് സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് പ്ലാനിങ്ങും കൺട്രോളിങ് എന്ന് നമുക്ക് കാണാൻ പറ്റും. വളരെ കണക്റ്റഡ് ആണ്. പ്ലാനിങ് മേക്സ് കൺട്രോളിങ് ഈസിയർ ആൻഡ് എഫക്റ്റീവ്. നമുക്കറിയാം, ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്, സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത്, ഡീവിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ തീരൂ. അല്ലാതെ എന്ത് ബേസിലാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഒരു ബേസും ഇല്ല അല്ലേ. സോ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺട്രോളിങ് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നടക്കുന്നുള്ളൂ. കൺട്രോളിംഗ് പ്രോസസ് റിവീൽ ദി ഷോർട്ട് കമ്മിങ് ഓഫ് പ്ലാൻസ് ആൻഡ് കോൾസ് ഫോർ ഇംപ്രൂവ്മെന്റ് ഇൻ ഫ്യൂച്ചർ പ്ലാനിങ്. പ്ലാനിങ് ഉണ്ടെങ്കിലും കൺട്രോളിങ് അവിടെ നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ പ്ലാനിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകളൊക്കെ മാറ്റി അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, പ്ലാനിങ് ഈസ് ബേസിക്കലി ഒരു മാർക്ക്, അതായത് ഒരു മാർക്ക് പ്ലാനിങ്ങിന്, ഒരു മാർക്ക് കൺട്രോളിങ്ങിന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഒരു മാർക്ക് ആർക്ക് കിട്ടിയിട്ടുണ്ട്? പ്ലാനിങ്ങിന് കിട്ടിയിട്ടുണ്ട്. കൺട്രോളിങ്ങിന് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പ്ലാനിങ് ഈസ് ബേസിക്കലി ആൻ ഇന്റലക്ച്വൽ പ്രോസസ് ഇൻവോൾവിംഗ് തിങ്കിങ്. കൺട്രോളിംഗ് ഓൺ ദ അതർ ഹാൻഡ് checks whether decision have been translated into desired action. പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെന്റൽ ആക്ടിവിറ്റി ആണ്, ഒരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റി ആണ്. അവിടെ തിങ്കിങ് ആണ് റാദർ ദാൻ ഡൂയിങ് നടക്കുന്നത്. എന്നാൽ നമ്മൾ കൺട്രോളിങ്ങിലേക്ക് വരുന്ന സമയത്ത് അവിടെ കൂടുതലായിട്ട് ആക്ഷൻസ് ആണ് നടക്കുന്നത് അല്ലെ, ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇതൊക്കെ അതായത് കൺട്രോളിങ് സാധ്യമാകണമെങ്കിൽ അവിടെ പ്ലാനിങ് വേണം, പ്ലാനിങ് വേണമെങ്കിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ കൺട്രോളിങ് വേണം. ഓക്കെ, ഇറ്റ് ഈസ് ഓഫൺ സെഡ് ദാറ്റ് പ്ലാനിങ് ഈസ് ലുക്കിംഗ് ഹെഡ് ആൻഡ് വൈൽ കൺട്രോളിംഗ് ഈസ് ലുക്കിംഗ് ബാക്ക് അല്ലേ. പ്ലാനിങ് എപ്പോഴും ഫ്യൂച്ചർ പ്രോസസ്സാണ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. കൺട്രോളിങ് നമ്മൾ പാസ്റ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ ആ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആയിട്ടാണോ സെറ്റ് ആയിട്ടാണോ ആക്ച്വൽ പെർഫോമൻസ് പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാണ്. സോ ലുക്കിംഗ് ബാക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർ റിലേറ്റഡ് ആണ്, ഒന്നില്ലെങ്കിൽ ഒന്നില്ല, രണ്ടും വളരെ കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺട്രോളിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നതാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. 4 മാർക്സിന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. ആദ്യം തന്നെ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് എന്നറിയണമെങ്കിൽ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ സ്മൂത്ത് ആയിട്ടാണോ പോകുന്നത് എന്നറിയണമെങ്കിൽ, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യണം. കൺട്രോളിംഗ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് അപ്പ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. ദീസ് ആർ ദ ക്രൈറ്റീരിയ അഗെയിൻസ്റ്റ് വിച്ച് actual performance would be measures. Standard can be set both quantitative as well as qualitative terms. Okay, നമുക്ക് സ്റ്റാൻഡേർഡ് രണ്ട് രീതിയിൽ തന്നെ ഫിക്സ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്? കോസ്റ്റ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാം. റവന്യൂ ടു ബി ഏൺഡ്, എത്രയാണ് നമ്മൾ റവന്യൂ ഏൺ ചെയ്യേണ്ടതെന്ന് ഫിക്സ് ചെയ്യാം. പ്രൊഡക്റ്റ് യൂണിറ്റ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ്, എത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സോൾഡ് ആവേണ്ടത് അല്ലെങ്കിൽ സെയിൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ടൈം ടു ബി സ്പെൻഡ് ഇൻ പെർഫോമിങ് എ ടാസ്ക്, ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക എന്നതാണ് കൺട്രോളിംഗ് സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിലുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് എന്തൊക്കെയാണ്? ഇംപ്രൂവിംഗ് ഗുഡ് വിൽ ആൻഡ് മോട്ടിവേഷണൽ ലെവൽസ് ഓഫ് എംപ്ലോയീസ് ഒക്കെ ഈ ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സിനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഗുഡ് വിൽ ഇംപ്രൂവ് ആവുക, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ എംപ്ലോയീസ് നല്ല കോമ്പറ്റേറ്റീവ് ആയാൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻ അതുകൊണ്ട് കാര്യമുള്ളൂ അല്ലേ. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുക എന്നതാണ് കൺട്രോളിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് വൺ എന്താണ്? മെഷർമെന്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്. യെസ്, നമ്മുടെ എയിം എന്ന് പറയുന്നത് തന്നെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ടാണോ പോകുന്നത് അല്ലെ എന്ന് മെഷർ ചെയ്യുകയാണ്.
അല്ലെ? സോ കറക്റ്റ് ആയിട്ടാണോ, കറക്റ്റ് വേയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മെഷർ ചെയ്യാം. മെഷറിംഗ് ആക്ച്വൽ പെർഫോമൻസ് ഓഫ് വേരിയസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ഫോർ കമ്പയറിംഗ് ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. ദർ ആർ സെവറൽ മെത്തേഡ് ഫോർ മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. എന്തൊക്കെയാണ്? പേഴ്സണൽ ഒബ്സർവേഷൻ, സാമ്പിൾ ചെക്കിംഗ്, പെർഫോമൻസ് റിപ്പോർട്ട്, എക്സെട്ര. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കൺട്രോളിങ്ങിലൂടെ ചെയ്യുന്നത്? പേഴ്സണൽ ഒബ്സർവ് ചെയ്യാം. അതായത് എംപ്ലോയീസ് ഒക്കെ കറക്റ്റ് വേയിലാണോ വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലാണോ, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഓക്കെയാണോ എന്ന് പേഴ്സണലി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ സാമ്പിൾ ചെക്കിംഗ്. നമുക്കറിയാം, ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ എല്ലാ പ്രൊഡക്ട്സിനെയും തിരഞ്ഞു നോക്കി ഓരോ പ്രൊഡക്ട്സും ചെക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ റാൻഡംലി ഓരോ പ്രൊഡക്റ്റ് നമുക്ക് സാമ്പിൾ ചെക്ക് ചെയ്യാം. പെർഫോമൻസ് റിപ്പോർട്ടുകൾ നോക്കാം. അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിൻ്റെയും വർക്ക് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്താണ് ഓരോ എംപ്ലോയീസും ഓരോ ദിവസം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും എന്താണ് പ്രൊഡക്റ്റീവ് അല്ലാത്ത അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പെർഫോമൻസ് കറക്റ്റ് വേയിൽ തന്നെയാണോ പോകുന്നത് എന്ന് മെഷർ ചെയ്യാം. ഓക്കെ, തേർഡ് സ്റ്റെപ്പ് എന്താണ്? കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്. നമ്മുടെ ഇവിടെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫിക്സ് ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഈ ഒരു ദിവസം ഇത്ര പ്രൊഡക്ഷൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെയാണോ പോകുന്നത് എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, yes, here the actual performance is compared with the preset standards. ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിനനുസരിച്ച് തന്നെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ആവുന്നുണ്ടോ, ഓരോ എംപ്ലോയീസിനും അസൈൻ ചെയ്ത് കൊടുക്കുന്ന ടാസ്കുകളൊക്കെ ഫുൾഫിൽ ആകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അനലൈസിങ് ഡീവിയേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഡീവിയേഷന് കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും, അത് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ഉണ്ടാവും അല്ലേ? പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഡീവിയേഷൻ സംഭവിച്ചത്? ഇപ്പോൾ ഒരു ദിവസം 100 ചെരുപ്പ് ഉണ്ടാക്കണം എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ആ ഡീവിയേഷനുള്ള കോസസ് കണ്ടുപിടിക്കുക എന്നതാണ് ഈ ഒരു അനലൈസിങ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോളും ഉണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ബൈ എക്സെപ്ഷനും ഉണ്ട്. അതിന് നമുക്ക് കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് അറിയാം, അല്ലെങ്കിൽ പറയാൻ പറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, എന്താണെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ നോക്കാം. അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ നേരത്തെ മിസ് പറഞ്ഞ പോലെ ഒരുപാട് ഏരിയാസ് കവർ ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ടാസ്കുകൾ, പെർഫോമൻസ്, ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് ഏരിയാസ് ഉണ്ടായിരിക്കും. ഈ ഏരിയാസിനൊക്കെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ കീ റിസൾട്ട് ഏരിയ ഉണ്ടാവും അല്ലേ? മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, മെയിൻ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? അത് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ സക്സസ് നേടിയെടുക്കാൻ വളരെ ക്രിട്ടിക്കൽ ആയിരിക്കും. ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ്സ് അനലൈസ് ചെയ്യുക എന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ, ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ. ബിസിനസ് ഓർഗനൈസേഷന് സക്സസിന് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കീ റിസൾട്ട് ഏരിയാസ് ഉണ്ട് അല്ലെ, KRA ഉണ്ട്. അതൊക്കെ അനലൈസ് ചെയ്ത് അവിടെ ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യാണ് ക്രിട്ടിക്കൽ പോയിന്റ് കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത എന്താണ്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. എന്താണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ അഥവാ കൺട്രോൾ ബൈ എക്സെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ, ഓൺലി സിഗ്നിഫിക്കൻറ്റ് ഡീവിയേഷൻസ് വിച്ച് ഗോ ബിയോണ്ട് ദി പെർമിസിബിൾ ലിമിറ്റ് ഷുഡ് ബി ബ്രോട്ട് ടു ദി നോട്ടീസ് ഓഫ് മാനേജ്മെന്റ്. ബിസിനസ് ഓർഗനൈസേഷനിൽ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റിന് ഇടപെടുത്താതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് ബിസിനസ് ഓർഗനൈസേഷനെ വളരെയധികം ബാധിക്കും എന്ന ചാൻസ് ഉള്ളത് മാത്രം മാനേജ്മെന്റിന്റെ കണ്ണിൽപ്പെടുത്തുക. നേരത്തെ മിസ് പറഞ്ഞ പോലെ ഇപ്പോൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഈ എന്താണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എംപ്ലോയിക്ക് വന്നു പണിയെടുക്കുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പറ്റുകയാണ്, അല്ലെങ്കിൽ കൈ മുറിയാണ്, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യാതെ വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരാൾക്ക് പണിയെടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആ ദിവസം അല്ലെങ്കിൽ കുറച്ച് സമയം പണിയെടുക്കില്ല. ഇത് നേരെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് അറിയിക്കേണ്ട കാര്യമില്ല. ആ പണിയെടുക്കാത്തത് ബിസിനസ്സിനെ മൊത്തമായിട്ട് ബാധിക്കുകയാണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റിനെ അറിയിക്കാം. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനേജ്മെന്റ് കണ്ണിൽപ്പെടുത്തുക എന്നതാണ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. നമ്മൾ ആദ്യം തന്നെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തതിനനുസരിച്ചാണോ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് എന്ന് പോകുന്നതിന് മുന്നേ നമ്മളെ പെർഫോമൻസ് ഒക്കെ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഡീവിയേഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. ഓക്കെ, എന്തൊക്കെ ഡീവിയേഷൻസ് ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക.
No corrective action is required in case of deviations are within permissible limit. പെർമിസിബിൾ ലിമിറ്റിനുള്ളിലാണ്, ഇത് ബിസിനസ്സിനെ കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണ്ട, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷേ ബിയോണ്ട് ദിസ് ലെവൽ അല്ലെ ബിസിനസ് ഓർഗനൈസേഷനെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു മാനേജീരിയൽ ആക്ഷൻ എടുക്കേണ്ടതുണ്ട്. ഡീവിയേഷൻസ് പിന്നീട് സംഭവിക്കാത്ത രീതിയിലുള്ള ആക്ഷൻസ് അവിടെ എടുക്കേണ്ടതുണ്ട് എന്നതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോളിങ് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മീനിങ് ആൻഡ് ഡെഫിനിഷൻ, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻ, ലാസ്റ്റ് വൺ പ്ലാനിങ് പ്രോസസ്സ്. പ്ലാനിങ് പ്രോസസ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ട് 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ്, ബൈ.